ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ അപ്കമിങ് പ്രൊജക്ട്സിനെ കുറിച്ചിട്ടാണ്. നല്ല രീതിയിൽ പ്രതീക്ഷകളുള്ള സാധനങ്ങളൊക്കെ ഇനി വരുന്ന പ്രൊജക്ട്സുകളിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേറൊരു ട്രാക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. ഇനിയും പരീക്ഷണങ്ങളിൽ കൂടെ പോകാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയും കൂടി മമ്മൂക്കയ്ക്ക് ഉണ്ട്. സോ അങ്ങേർക്ക് എന്ത് വേണമെങ്കിലും പരീക്ഷണം നടത്താവുന്നതാണ്. സോ അതില് ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ഒരു പടം എന്ന് പറയുന്നത് ഡിനോ ഡെന്നിസിന്റെ സിനിമയായിട്ടുള്ള ബസൂക്ക എന്ന് പറയുന്ന സിനിമയാണ്. ആ ഒരു സിനിമയുടെ ട്രെയിലർ ഈ ഒരു 4-5 ദിവസം മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. യൂസ് സബ്ബൂഫർ ഓർ ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ സൗണ്ട് എക്സ്പീരിയൻസ്. ഈ യൂസ് സബ്ബൂഫർ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടോ. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും സൗണ്ടിങ്ങിലൊക്കെ നല്ല ബാസും ട്രബിളൊക്കെ കയറ്റി വിട്ടിട്ടുള്ള പല സാധനങ്ങളൊക്കെ എന്തൊക്കെ ഇരിക്കും. സരിഗമ യൂഡ്ലി ഫിലിംസ്. ഗൗതം വാസുദേവ് മേനോൻ, ബെഞ്ചമിൻ ജോഷുവ, ACP ഉണ്ട്. ഇവരൊക്കെ നമ്മൾ ടീസറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ ഭരതനെ കണ്ടു. വെൽ ട്രെയിൻഡ്. കലകം പേര് മിസ്റ്റർ നോബഡി. ഞാൻ ആ ബീറ്റൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സബ്ബൂഫ് കാണുന്നൊക്കെ പറഞ്ഞത്. ഈ സാധനമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. മോക്ഷോ? കുറയ്ക്കുന്ന പട്ടികളൊന്നും കടിക്കാറില്ല. കുറയ്ക്കുന്ന പട്ടിയപ്പോന്ന് ഞോണ്ടി ചുട്ടും സർക്കിൾ തരും. ഈ ഒരു ആക്ഷന്റെ സംഭവങ്ങളും നമ്മൾ ടീസറിൽ കണ്ടതാണ്. സിദ്ധാർത്ഥ പൊളിക്കട്ടെ ഈ പറഞ്ഞത്. വാ ബസൂക്ക. ഡിനോ ഡെന്നിസ് ഗെയിം. ഇത് സംഭവം ട്രെയിലർ നൈസൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി പ്രതീക്ഷ ഉള്ളൊരു സംഭവം സിദ്ധാർത്ഥ ഭരതന്റെ ക്യാരക്ടർ നല്ല രസമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സിദ്ധാർത്ഥ ഭരതന്റെ ഈയുള്ള അടുത്തുള്ള ക്യാരക്ടർ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന രീതിയൊക്കെ നല്ല രസമായിട്ടുണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കുറേ സാധനങ്ങളാണ്. എന്തായാലും പടം വരുമ്പോൾ നമുക്കറിയാം. ട്രെയിലർ അത്യാവശ്യം നല്ല രസമായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം എന്നുള്ള മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സബ്ബൂഫറൊക്കെ വേണം എന്നുള്ളതൊക്കെ കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ബീറ്റ് നല്ല രസമായിട്ടുണ്ട്. അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും നല്ല രസമായിട്ട്. ആ തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ ഒന്നും കൂടിയും രസമായിട്ട് വരും. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ രേഖപ്പെടുത്തുക. ഡിനോ ഡെന്നിസിന്റെ സിനിമയാണ് ഇത്. കുറച്ചായി ഷൂട്ട് തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മുകളിലായി ഇതിന്റെ ഷൂട്ടൊക്കെ തുടങ്ങി. എനിക്ക് തോന്നുന്നു വീണ്ടും റീഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, ഉറപ്പൊന്നുമില്ല. ഒരുപാട് സമയമെടുത്ത് ചെയ്തിട്ടുള്ള വർക്കാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരു ഗെയിം ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാവുന്ന ഒരു സിനിമ. പിന്നെ ഈ ഒരു ലിസ്റ്റിലേക്ക് അടുത്തതായിട്ട് കയറാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മഹേഷ് നാരായണന്റെ പുതിയ പ്രൊജക്റ്റാണ്. സിനിമയുടെ പേരൊന്നും ഇട്ടിട്ടില്ല. ശ്രീലങ്കൻ ഷൂട്ടൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടത്. ഇപ്പം എന്തോ കുറച്ച് ദിവസം ഷൂട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എംപുരാന്റെ പ്രൊമോഷൻസ്, ബാക്കി മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ കുറച്ച് ബിസിയാണ്. പിന്നെ മമ്മൂക്കിക്ക് വയ്യാണ്ടായി. സോ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ് തോന്നുന്നു. ശ്രീലങ്കൻ ഷൂട്ടൊക്കെ കഴിഞ്ഞു എന്തായാലും. സോ ഇതിൽ ഉള്ള ഏറ്റവും വലിയൊരു ഹൈപ്പ് എന്ന് പറയുന്നത് മോഹൻലാലും മമ്മൂക്കയും കൂടിയിട്ട് വീണ്ടും റീജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ്. മഹേഷ് നാരായണന്റെ സിനിമയ്ക്കകത്ത് വരുന്നു എന്നുള്ളതാണ്.
ഇത് എത്രത്തോളം കൊമേഴ്ഷ്യൽ പടമായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം മഹേഷ് നാരായണന്റെ പടമാകൊണ്ട് എന്തായാലും ഇതിനകത്തൊരു നല്ല രീതിക്കൊരു സോഷ്യലി റെലവെന്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടി ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ക്രൈം ത്രില്ലർ ജേണറിലൊക്കെ പെടുത്താൻ പറ്റാവുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ചാക്കോബൻ ഉണ്ട് ഇതിനകത്ത്, ഇവർ രണ്ടുപേരെയും കൂടാതെ വലിയൊരു കാസ്റ്റ് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. സോ എന്തായാലും ഇതിന്റെ റിലീസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നമുക്കൊരു വേൾഡ് വൈഡ് റീച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. തിയേറ്ററിക്കലി ഹിറ്റ് ആവാനുള്ള എല്ലാ വഴികളും തുറന്നു തന്നിട്ടുണ്ട്. അത്രയും കളക്ഷൻസ് നമുക്ക് മേടിക്കാം എന്നുള്ളൊരു സാധനം തുറന്നിട്ട് തന്നിട്ടുണ്ട്. സോ ഇപ്പൊ തന്നെ എമ്പുരാന്റെ കളക്ഷൻ ഏകദേശം 200 കോടി രൂപയോളായി എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് തിയേറ്ററിക്കൽ കളക്ഷൻ ആണ് പറയുന്നത്. ഓൾ ഗ്രോസ് എന്ന് പറയുന്നത് ഏകദേശം 300 കോടിക്ക് അടുത്തായിട്ടുണ്ട്. സോ എന്തായാലും അത്രയും വലിയൊരു റീച്ച് നമുക്ക് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിന്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള മോഹൻലാലും മമ്മൂക്കയും കൂടിയൊക്കെ വരുന്ന ഒരു സിനിമയ്ക്ക് കിട്ടേണ്ട റീച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. വേറെ ലെവലായിരിക്കും. പക്ഷെ ഇതിന്റെ പ്രൊഡക്ഷൻ ടീമും അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും കട്ട വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ജിതിൻ കെ ജോസ് മമ്മൂക്ക കൂട്ടുകെട്ടിൽ വരുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയുടെ ടൈറ്റിൽ ഈ അടുത്ത് റിവീൽ ചെയ്തു. ഈ കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂക്ക സിഗരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ടൊരു ഡെവിളിഷ് ലുക്കിൽ വരുന്ന ഒരു സാധനം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. വിനായകനൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. പോലീസുകാരനായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്കകത്ത്. സോ എന്തായാലും ആ സിനിമയെ കുറിച്ചുള്ള വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് റിവീൽ ചെയ്തിട്ടൊന്നുമില്ല. പടത്തിന്റെ ആ ഒരു പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഈ റീസെന്റ് ആയിട്ട് തന്നെ റിലീസ് ഉണ്ടാവും എന്നാണ് എന്റെ അറിവ്. അതിന്റെ ഒപ്പം തന്നെ അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് രഞ്ജൻ പ്രമോദ് ആയിട്ടുള്ള കൂട്ടുകെട്ടാണ്. രഞ്ജൻ പ്രമോദ് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷാധികാരി ബൈജു, നമ്മുടെ ബിജു മേനോനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പടം, ആ ഒരു സിനിമയുടെ ഡയറക്ടറാണ്. ഒരു ഫീൽ ഗുഡ് പരിപാടി ആയിരിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത് കണ്ടന്റ് അറിയണം. അതിനെക്കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും അറിവില്ല. അതിൻ്റെയൊക്കെ ഷൂട്ട് തുടങ്ങണേ ഉള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ തരുന്ന ഒരു പ്രൊജക്റ്റാണ് കൃഷാന്തിന്റെ ഒപ്പം മമ്മൂക്ക ഒന്നിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പരിപാടി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷാന്ത് എന്ന് പറയുന്നത് പുരുഷപ്രേതം അല്ലെങ്കിൽ ആവാസ വ്യൂഹം എന്ന് പറയുന്ന സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. ഈ രണ്ട് സിനിമകളും അത്യാവശ്യം നല്ല രീതിക്ക് അവാർഡ് വിന്നിങ് പരിപാടികളൊക്കെ ഉള്ള പരിപാടികളാണ്. ഒരു നോർമൽ മൈൻഡിലിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പടം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ മമ്മൂക്കയായിട്ട് ഒന്നിക്കുന്ന സമയത്ത്, അതും ഈ ഒരു പീരീഡിൽ, അതായത് മമ്മൂക്ക പരീക്ഷണ ചിത്രങ്ങളുടെ പിന്നാലെയാണ്. സോ അതുകൊണ്ട് ഈ പീരീഡിൽ അങ്ങേരോടൊപ്പം വരുമ്പോൾ കൃഷാന്തിന്റെ എല്ലാവിധ എന്താ പറയുക 100% എഫേർട്ടും ഇതിലേക്ക് കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ചൂടുപിടിപ്പിക്കാനായിട്ട് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ടൈം ട്രാവൽ മൂവിയൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമയ്ക്കകത്ത്. ടൈം ട്രാവൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മൾട്ടിവേഴ്സ് അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഒരു ആളുടെ ഒരു കൃഷാന്തിന്റെ ഒരു മേക്കിംഗ് പാറ്റേൺ ഉണ്ട്, അതായത് റോ ആയിട്ട് എടുക്കുന്ന ഒരു പരിപാടി. സോ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയാൻ ഞാൻ ഭയങ്കര ത്രില്ലിലാണ്. പിന്നെ അതുപോലെ തന്നെ വലിയൊരു പ്രതീക്ഷ തരുന്ന ഒരു സംഭവമാണ് റോബി വർഗീസിന്റെ ഒപ്പമുള്ള കണ്ണൂർ സ്ക്വാഡ് 2. അതിന്റെ ഏതാണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ ലോക്കായി എന്നുള്ളതാണ് അറിഞ്ഞത്. കണ്ണൂർ സ്ക്വാഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്നത്. ഒരു ഗംഭീരമായിട്ടുള്ളൊരു എന്താ പറയുക തിയേറ്ററിക്കൽ റണ്ണ് കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ് കണ്ണൂർ സ്ക്വാഡ്. എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളൊരു സിനിമയാണ്. ബ്രഹ്മയുഗത്തിന് മുമ്പൊക്കെ ഇറങ്ങിയ സിനിമയാണ്. ആ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരെ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം അത്രയധികം ജനപ്രീതി നേടിയിട്ടുള്ള ആ ഒരു ടീമുണ്ട്, ആ മമ്മൂക്കയുടെ ഒരു ടീമുണ്ട്. അത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് കണ്ണൂർ സ്ക്വാഡ് ഫസ്റ്റ്. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിന്റെ പ്രതീക്ഷകൾ എത്രത്തോളം നിലനിർത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഷൂട്ടൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല, അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുള്ളൂ. എന്തായാലും അത് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തു എന്നുള്ളതാണ് ഞാൻ കേട്ട അറിവ്. പിന്നെ അതുപോലെ തന്നെ അമൽ നീരദിന്റെ ഒപ്പമൊക്കെ ഇങ്ങനെ കൈ കോർക്കുന്നു എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടു. പക്ഷെ എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്നും ഉറപ്പിക്കാറൊന്നും ആയിട്ടൊന്നുമില്ല. എല്ലാവരും പറയുന്നത് ബിലാൽ 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 എന്നൊക്കെ പറയുന്നുണ്ട്. അതിനു മുന്നേ തന്നെ അമൽ നീരദ് ലാലേട്ടനായിട്ട് കോമ്പിനേഷനിൽ ഒരു പടം വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അറിയില്ല അത് എത്രത്തോളം വരുന്നുള്ളത് എനിക്കറിയില്ല ഈ അടുത്തൊന്നും. ഇത്രയും പറഞ്ഞ ഈ ഒരു 6-7 പടത്തിനെ കുറിച്ചിട്ട് ഏതാണ്ട് ഒരു കൺഫർമേഷൻ ഒക്കെ ഉണ്ട്. സോ എന്തായാലും ഇതിന് പുറമെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പടങ്ങൾ ഇനി അപ്കമിങ് മൂവീസ് ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ഇതിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റിംഗ് എന്നുള്ളതും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.